അങ്ങനെ നമ്മളെല്ലാം പ്രിയങ്കരനായ വാസുണ്ണൻ എന്നെ എന്തോ റിയാക്ട് ചെയ്തു. അത് നല്ല കാര്യം പറഞ്ഞിട്ടാണ്. ഇതിൻ്റെ ഫാൻസാണ് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് 4 മറുപടി പറയണം പറഞ്ഞ്. അപ്പോൾ നമുക്ക് വാസുണ്ണൻ എന്നെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് വാസുണ്ണൻ്റെ വീഡിയോ കാണാം, എന്നിട്ട് എൻ്റെ പ്രതികരണം. ഈ ലോകം മൊത്തം എതിരെന്നാലും എനിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് വേണ്ടി ഉണ്ടാവുന്നത് കേട്ടില്ല. ഈ ലോകം കേട്ടില്ല. വാസണ്ണ, നിങ്ങൾ ഈ ലോകം എതിർത്താലും നിങ്ങളെ ഫാൻസ് എതിർത്താലും എത്ര എതിരാളികള് എതിർത്താലും ഈ മിഥുനണ്ണൻ കട്ടയ്ക്ക് നിങ്ങളെ കൂടെ ഉണ്ടാകും. ഞാൻ നിങ്ങളൊരു ഫാൻ ബോയ് ആണ് വാസണ്ണ. ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലോ. അത് മതി വാസണ്ണ, അത് മതി. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീയൊക്കെ നരമ്പിലൂടെ വിടുമ്പോ വാസന വരമ്പിലൂടെ ഓടിയിട്ടുള്ളതാ. വാസണ്ണ, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നിങ്ങളൊക്കെ ഈ സ്ട്രീമില് ചറപറ കാര്യങ്ങള്, റിയാക്ഷനും ഗെയിമിങ്ങും എല്ലാം ചെയ്യുമ്പോൾ ഷെമീറിന് അതിൻ്റെ ABCD പോലും അറിയില്ല. തുപ്പിൻ്റെ അടുത്ത് പോയി എല്ലാം പഠിച്ച് കോപ്പി അടിച്ച് എന്നിട്ട് കസേര ഇരുന്ന് നെളിഞ്ഞ് നിന്നിട്ട് ഇന്ന പല കുറ്റം പറഞ്ഞിട്ട് അവ ഇന്നെ വെച്ചിട്ട് ഫെയിം ആവാൻ നോക്കുക. വാസണ്ണ, നിങ്ങളൊക്കെ മാന്യത ഉണ്ട്. എന്നെ കുറിച്ച് നല്ല വാക്കുകൾ സംസാരിക്കുന്നത്. അവൻ എന്നെ കുറിച്ച് അപരാധം പറഞ്ഞു. എന്താ പറയുക? അവന് ഈ ABCD അറിയില്ല, സ്ട്രീമും ഗെയിമും. എന്ത് പറയാനാ? ഞാനൊരു തന്നെ പറഞ്ഞില്ലേ, പുള്ളി എന്ന് പറഞ്ഞാൽ ശരിക്കും സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്താണോ ആൾക്കാർ, ആരാണോ കൂടുതൽ ട്രിഗേർഡ് ആയിട്ടുള്ള ഓഡിയൻസ്, അവരെ ടാർഗറ്റ് ചെയ്യാൻ ഇപ്പം മിടുക്കനാണ്. അടിപൊളി, നല്ല വാസണ്ണ, അത് മാത്രം നിങ്ങൾക്ക് തെറ്റി. ഞാൻ ആരെയും അങ്ങോട്ട് ട്രിഗർ ചെയ്യാൻ പോവില്ല. എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ ബ്രാൻഡായി മാറും. കാരണം എന്താ, ഞാൻ കേരളത്തിലെ ബ്രാൻഡാണ്. അത് നിങ്ങൾ തെറ്റിപ്പോയി, കുഴപ്പമില്ല. എന്തായാലും സന്തോഷമുള്ളൂ. ഗെയിം കളിക്കാറാണ്. സത്യല്ലേ വാസണ്ണ? അവനില്ലേ ഫോണിന് മര്യാദയ്ക്ക് എന്താ പറഞ്ഞാല് പാമ്പും കോണി തന്നെ കളിക്കാറില്ല. പിന്നെയാണ് കസേരയിൽ എന്നിട്ട് 4 കൊണ അടിക്കാറ്. ഈ കുടുംബശ്രീയില് പെണ്ണുങ്ങൾ സംസാരിക്കില്ല, അതേപോലെ കൊണ അടിക്കാറ്. 4 കുറ്റം പറയുക, എന്നിട്ട് റീച്ച് ഉണ്ടാക്കുക. എന്നെ പോലെ ബ്രാൻഡുകളെ കുറ്റം പറയാൻ റീച്ച് ഉണ്ടാക്കുക. എന്താ അറിയുള്ളൂ. വാസണ്ണനെ പോലെ എന്താ പറഞ്ഞാല് ഈ PUBG ഇതൊന്നും അവന് അറിയില്ല. അവൻ വെറുതെ എന്തൊക്കെയോ കമ്പ്യൂട്ടറിൽ നിന്ന് കളിക്കുന്നു. ഒരു ABCD അറിയില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാ വാസണ്ണ അവൻ. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചന്ദ്രനായിരുന്നു അഹങ്കാരം. അത് കഴിയുമ്പോ എനിക്ക് അഹങ്കാരമായി. ഇപ്പൊ ഷെമീർ അഹങ്കാരമായി. ഞാൻ അങ്ങനെ വാസണ്ണന് അഹങ്കാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ചന്ദ്രന് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഷെമീറിന് ഞാൻ പറഞ്ഞിട്ട് അഹങ്കാരം ഉണ്ട്. സത്യം പറഞ്ഞാൽ വാസണ്ണനെ ട്രിഗർ ചെയ്യുക, വാസണ്ണനെ പോലുള്ള ആൾക്കാരെ നല്ല നല്ല വ്യക്തികൾ ട്രിഗർ ചെയ്യുക, എന്നെ പോലുള്ള നല്ല നല്ല വ്യക്തികൾ ട്രിഗർ ചെയ്യുക, ഇതാക്കുക. എന്നിട്ട് അവൻ വലിയ കിങ്ങാണെന്ന വിചാരം. അങ്ങനത്തെ ഞാൻ ഇതാക്കുക, എതിർക്കും വാസണ്ണ. അതിന് പറഞ്ഞ അഹങ്കാരം ഉണ്ട്. പക്ഷെ വാസണ്ണനും ചന്ദ്രനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വാസണ്ണ ക്ഷമിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. വാസണ്ണനെ കാണാൻ ശരിക്കും യൂത്ത് ഐക്കൺ സ്റ്റാർ നമ്മളെ ആസിഫ് അലി, മലയാള സിനിമയിലെ ആസിഫ് അലി, അയാളെ അതേ ഫേസ് കട്ടും അതേപോലെ ഉണ്ട്. ആസിഫ് അലിനെ പോലെ ഉണ്ട്. ഇനിയിപ്പം മലയാള സിനിമയിലൊക്കെ വാസണ്ണ ഒരു സിനിമ നടനായിട്ട് വരികയാണെങ്കിൽ ഉറപ്പാ ആസിഫ് അലി തന്നെ. സത്യം പറഞ്ഞാല് ഇടയ്ക്ക് എവിടേക്കോ ഒരു ഫേസ് കട്ട് ഉണ്ട്. എന്തായാലും വാഴ 2 ആശിറിന് വരും. വാസണ്ണനാണെങ്കിൽ തിയേറ്റർ പൂരപ്പറമ്പായേനെ. വിജയണ്ണൻ വാസുണ്ണൻ ഉയർ. അതൊക്കെ അത്രേ ഉള്ളൂ വാസണ്ണ. മാതാപിതാ വിജയണ്ണൻ വാസണ്ണ ഉയർ, അത്രേ ഉള്ളൂ. നമ്മള് ഫാനായി പോയി. ഇനി എന്ത് പറയാനാണ്? മാതാപിതാ വിജയണ്ണൻ വാസണ്ണ ഉയർ. സന്തോഷം. നിങ്ങൾ വെച്ചാൽ നിന്റെ കൊപ്പിനെ ഗ്യാങ് അടിക്കുന്ന ഇനി ലാസ്റ്റ് ടൈം ഫൈനൽ ഇതന്നെ ഒരു വാക്കുള്ളൂ. ഒരു വാക്കി சொன்னா നീയെ വെച്ച് ഞാനേ കേൾക്കാൻ ഷെമീറ പൊന്നു മോനെ, ഇനി വാസണ്ണനെ ഈ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാല് എന്റെ ചെറ അടിച്ച് ഞാൻ വിളിക്കും കേട്ടോ. ഇനി കളിക്കാൻ നിൽക്കലാണ്. മാതാപിതാ വിജയണ്ണൻ വാസണ്ണ ഉയർ. ഇനി നീ എന്താ പറഞ്ഞ നിന്റെ ചെറ അടിച്ചു കൊടുക്കും. ലാസ്റ്റ് ടൈം ഫൈനലാ നായ ഷെമീറെ. വാസണ്ണ എന്ന സ്നേഹം മാത്രം.